പ്രതിദിന ചിന്തകളുടെ 72-ാം അധ്യായത്തിലേക്ക് വായനദിന പ്രശ്നോത്തരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാങ്കേതിക നിർവഹണം സൗപർണിക സ്റ്റുഡിയോ മുക്കം. അവതരണം KV പ്രസാദ് മുക്കം. PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? പെരുങ്കുളം, കൊല്ലം. കേരളത്തിൽ ജൂൺ 19 വായന ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതൽ. കേരള ഗ്രന്ഥശാലാ സംഘം രൂപീകരിച്ചതാര്? PN പണിക്കർ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? K ജയകുമാർ. ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥയാണ്? ശ്രീകുമാരൻ തമ്പി. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? PN പണിക്കർ. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് പുറത്തിറക്കിയ ലിറ്റിൽ ഗുരു ആപ്പ് ഏത് ഭാഷ പഠിക്കാനുള്ളതാണ്? സംസ്കൃതം. പ്രവാസ ജീവിതം പ്രമേയമാക്കി ബെന്യാമിൻ രചിച്ച ആടുജീവിതം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? നജീബ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? PN പണിക്കർ. യുനെസ്കോയുടെ ലോക സാഹിത്യ നഗര പദവി നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം ഏതാണ്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമം ഏത്? ഏഴോം, കണ്ണൂർ. PN പണിക്കർ ജനിച്ചതെന്നാണ്? 1909 മാർച്ച് 1. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലയുടെ പേരെന്ത്? നാഷണൽ ബുക്ക് സ്റ്റാൾ. മലയാളത്തിൻ്റെ പ്രേമോപനിഷത്ത് എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കൃതി ഏതാണ്? പ്രേമസംഗീതം. മലയാള ഭാഷയുടെ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? SR രംഗനാഥൻ. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച പ്രശസ്തമായ കഥ ഏതാണ്? തലയോട്. കേരളത്തിലെ ആദ്യത്തെ വായനശാലയുടെ പേരെന്ത്? ദേശസേവിനി ഗ്രാമീണ വായനശാല, പുളിയനം, എറണാകുളം. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ്? സ്ട്രാസ്ബുർഗ്, ഫ്രാൻസ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ്? SK വസന്തൻ. കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി അഥവാ കാൻഫെഡ് രൂപീകരിച്ചതാര്? PN പണിക്കർ. കുറുമാട്ടി എന്ന ആദിവാസി സ്ത്രീ P വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ്? നെല്ല്. മലയാളത്തിലെ പ്രശസ്ത കവി P കുഞ്ഞിരാമൻ നായരുടെ ജീവിതം പ്രമേയമാക്കിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഇവൻ മേഘരൂപൻ. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ മുഖമാസികയുടെ പേരെന്ത്? ഗ്രന്ഥാലോകം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. വായനയുടെ പ്രാധാന്യവും മഹത്വവും വ്യക്തമാക്കുന്ന ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. വായനയുടെ വളർത്തച്ഛന് പ്രണാമമർപ്പിച്ചുകൊണ്ട് പ്രതിദിന ചിന്തകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.